ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് നടക്കും. ഇവിടെ നാളെയും മറ്റന്നാളുമായി ദേശീയ എക്സിക്യൂട്ടീവ് യോഗം നടക്കും. അതിനുശേഷം കേരളത്തിലെ എക്സിക്യൂട്ടീവ് യോഗം 10-ാം തീയതി ഉണ്ടാകും. അങ്ങനെ ഒരു പാർട്ടി ഫോറത്തിൽ ചർച്ച ചെയ്യാതെയും വിലയിരുത്താതെയും ഇത്രയും ഗൗരവമേറിയ ഒരു രാഷ്ട്രീയ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അത് ശരിയാവുകയില്ല, അത് പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് വിലയിരുത്തലെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ചോദിച്ചാൽ ഒരു പ്രഥമ പ്രതികരണം അതൊരു പക്ഷേ ഇപ്പോൾ സാധ്യമായേക്കും. അതിനപ്പുറം ഒന്നും ഈ സമയത്ത് സാധ്യമല്ല. ഈ തൃശ്ശൂരിൽ BJPക്ക് വിജയമുണ്ടായി, അവിടെ കോൺഗ്രസ് 3-ാം സ്ഥാനത്ത്. എന്താണ് അവിടെ സംഭവിച്ചതാണ്? നിങ്ങൾ നോക്കിയാൽ മതി, കണക്ക് നോക്കിയാൽ മതി. LDFിൻ്റെ വോട്ട് അവിടെ കുറഞ്ഞിട്ടില്ല. തൃശ്ശൂർ മണ്ഡലത്തിൽ കൂടിയിട്ടേ ഉള്ളൂ. കോൺഗ്രസിൻ്റെ വോട്ട് നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ട്. LDF അതിൻ്റെ വോട്ട് സംഖ്യ, വോട്ടിംഗ് ശതമാനം അതെല്ലാം വർദ്ധിപ്പിച്ചപ്പോൾ, മൊത്തം പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോഴും ഈ നേട്ടം LDF ഉണ്ടാക്കിയപ്പോൾ വിജയമല്ല, പരാജയം തന്നെയാണത്. പക്ഷെ പരാജയപ്പെട്ടപ്പോഴും തൃശ്ശൂരിൽ LDFിൻ്റെ വോട്ടിൻ്റെ സംഖ്യ കൂടി, ശതമാനം കൂടി. പക്ഷേ UDFിൻ്റെ വോട്ട് നിങ്ങൾ സന്തോഷപൂർവ്വം പറയുമല്ല. UDFിൻ്റെ വോട്ടിൽ എന്ത് പറ്റി? ഏകദേശം 1 ലക്ഷം തികയില്ല. വളരെ വലിയ തോതിൽ കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞു. കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞു, BJPയുടെ വോട്ട് കൂടി. അതിൻ്റെ എല്ലാം അർത്ഥമെന്താണെന്ന് രാഷ്ട്രീയമായി, സംഘടനാപരമായി ഞങ്ങൾ ചിന്തിക്കേണ്ടതിൽ കോൺഗ്രസും പെടുന്നുണ്ട്. ഞങ്ങൾ കോൺഗ്രസിനെ കാണുന്നത് ഒരു മതേതര പാർട്ടിയായിട്ടാണ്. BJPയുടെ വിജയത്തെ ഗൗരവമേറിയ ഒന്നായി ഞങ്ങൾ കാണുന്നു. അതിൻ്റെ പാഠങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ പഠിക്കണം. കേരളം പോലെ ഒരു പ്രബുദ്ധമായ സംസ്ഥാനത്ത് ആ പ്രബുദ്ധതയെപ്പറ്റി എല്ലാവർക്കും അറിയാം. ഈ പ്രബുദ്ധ കേരളത്തിൽ വർഗീയ ഫാസിസ്റ്റ് ആശയങ്ങളെ മുറുകെ പിടിക്കുന്ന, ജനാധിപത്യവും മതേതരത്വവും പൗരാവകാശങ്ങളും ഭരണഘടനയുമെല്ലാം തെറ്റാണ് എന്ന് പറയുന്ന ഒരു പാർട്ടി ആദ്യമായിട്ടതിൻ്റെ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. അതിനെ ഒറ്റ വാക്കിലോ ലളിതമായിട്ടോ കണ്ടാൽ പോരാ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, CPIക്ക് അറിയാം. അതിനെപ്പറ്റി ആഴമേറിയ പഠനങ്ങൾ വേണം, വിശകലനങ്ങൾ വേണം. പാർട്ടിക്കകത്ത് ഞങ്ങളതിനെപ്പറ്റി എല്ലാ തലങ്ങളിലും ചർച്ച ചെയ്യണം. അതിന് പുറമെ പ്രസ്ഥാനത്തിൻ്റെ ബന്ധുക്കൾ, LDFിൻ്റെ ബന്ധുക്കൾ, ഇടതുപക്ഷ ബഹുജനങ്ങൾ എന്നും ഇടതുപക്ഷമാണ് ശരിയെന്ന് ബോധ്യമുള്ള അതിൻ്റെ മിത്രങ്ങൾ ഒരു വലിയ ഭാഗമുണ്ട് കേരളത്തിൽ. എല്ലാവരെയും ആളാമ്യം പോയി കണ്ടില്ലെങ്കിലും ആ വിഭാഗത്തിൻ്റെ എല്ലാം അഭിപ്രായം, നിലപാടുകൾ, വിമർശനങ്ങൾ, നിരീക്ഷണങ്ങൾ ഇതെല്ലാം ഞങ്ങൾ തീർച്ചയായിട്ടും കണക്കിലെടുക്കണം, പരിശോധിക്കണം. ഒരു പരാജയം രാഷ്ട്രീയ മത്സരങ്ങളിൽ സ്വാഭാവികമാണ്, അത് വിജയം പോലെ സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ. ഇതുപോലൊരു സന്ദർഭത്തിൽ കേരളത്തിലെ ഈ രാഷ്ട്രീയ വിധിയെഴുത്ത് അത് ജനങ്ങളുടേതാണ്. ജനങ്ങളുടെ വിധിയെഴുത്തിന് അതിൻ്റെ എല്ലാ ആദരവോടും കൂടി വിനയപൂർവ്വം അംഗീകരിക്കേണ്ട കടമയുണ്ട് ഇടതുപക്ഷത്തിന്. അങ്ങനെ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തുകൊണ്ടതുണ്ടായി എന്ന് ആഴത്തിൽ പഠിക്കും, പരിശോധിക്കും, ആവശ്യമായ തിരുത്തൽ വരുത്തും. ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ ഞങ്ങളത് വീഴ്ചയാണെന്ന് പറയും. ആ വീഴ്ച ഞങ്ങൾ തിരുത്തും, മുമ്പോട്ട് പോകും. ഈ തൃശ്ശൂർ UDFും BJPയും തമ്മിലൊരു ധാരണയുണ്ടായി എന്ന് സംശയിക്കുന്നുണ്ടോ? അതിപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. ഈ അന്തിക്കാട് പഞ്ചായത്തിൽ BJPക്കൊക്കെ ലീഡ് കിട്ടുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഞങ്ങളതിനെ എല്ലാ അർത്ഥത്തിലും കാണും. രാഷ്ട്രീയമായി അത് ഗൗരവമേറിയ പ്രശ്നം തന്നെയാണ്. അന്തിക്കാട് ഒരു ചുവന്ന ഗ്രാമമാണ്. പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ
വലിയ പങ്ക് വഹിച്ച ഒരുപാട് ചോര വീണ മണ്ണാണ് അന്തിക്കാട് എന്ന് പറഞ്ഞത്. ആ മണ്ണിൽ ഞങ്ങൾക്കുണ്ടായ സെറ്റ് ബാക്ക്, അതായത് തിരിച്ചടി, അതിനെപ്പറ്റി ഞങ്ങൾ കണ്ണടയ്ക്കേണ്ടതല്ല, കണ്ണടക്കില്ല. ഞങ്ങൾ അതേപ്പറ്റി പഠിക്കും. നാട്ടികേരടക്കം അല്ലേ? അല്ല, ഞാൻ പറയുന്നത് അന്തിക്കാടെന്നോ നാട്ടികയെന്നോ അല്ലെങ്കിൽ കണ്ണൂരെന്നോ തൃശ്ശൂരെന്നോ എന്ന് മാത്രമല്ല. ഇടതുപക്ഷത്തിൻ്റെ ശക്തികേന്ദ്രങ്ങൾ പലതും കാഴ്ചവെക്കുന്നത് ഈ ചിത്രമാണ്. ഈ കേരളത്തിൽ ഈ ഒരു 18-1-1 എന്നുള്ളൊരു ജനവിധി, അത് ആർക്ക് അനുകൂലം ആർക്ക് എതിരെ ആളുകൾ വോട്ട് ചെയ്തതായിട്ട് വേണം വിലയിരുത്താനായിട്ട്? സംസ്ഥാന സർക്കാരിൻ്റെ പെർഫോമൻസ് വിലയിരുത്തപ്പെട്ടിട്ടുണ്ടോ? ശബരിമല രാഹുൽ ഗാന്ധിയൊക്കെ കഴിഞ്ഞ തവണത്തോടു കൂടി കഴിഞ്ഞില്ല. അല്ല, കഴിഞ്ഞ തവണ പറഞ്ഞത് കഴിഞ്ഞ തവണ പറഞ്ഞു, അതിന് ഇപ്പോഴും പറയാൻ പാടില്ലല്ലോ. അതല്ല പറയേണ്ടത്. ഈ തൃശ്ശൂർ ഒരു മൂർത്തമായ സാഹചര്യത്തിൽ വളരെ സമൂർത്തമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ അനുഭവത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് ഇന്നലത്തെ കാര്യം പറഞ്ഞുകൊണ്ടല്ല, ഇന്നത്തെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഇന്നത്തെ കാര്യം പറയാൻ ഞങ്ങൾ LDF എല്ലാ പാർട്ടികളും ഒറ്റയ്ക്കൊറ്റയ്ക്കും LDF കൂട്ടായും ആ ഒരു അന്വേഷണം തീർച്ചയായിട്ടും നടത്തും. തൃശ്ശൂരിനെ സംബന്ധിച്ച് അവിടെ പോലീസും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞത് LDF ഓരോ പാർട്ടികളും ഒറ്റയ്ക്കൊറ്റയ്ക്കും LDF കൂട്ടായും ഈ ഇത് പരാജയം തന്നെയാണ്. ഞങ്ങൾ അതിനെപ്പറ്റി കണക്കുകൾ നിരത്തിയോ എന്തെങ്കിലും ഗിമ്മിസ് കാണിച്ചോ ഇത് പരാജയമല്ല എന്ന് സ്ഥാപിക്കാൻ ഞങ്ങളില്ല. പരാജയമാണ്. ആ പരാജയത്തിൻ്റെ പാഠങ്ങൾ നിങ്ങളെല്ലാവരും പഠിക്കണം. CPI പഠിക്കണം, LDF പഠിക്കണം, LDFിൻ്റെ ഭാഗമായ എല്ലാ പാർട്ടികളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പഠിക്കണം, കൂട്ടായും പഠിക്കണം. അതാണ് LDF. ഇടതുപക്ഷത്തിൻ്റെ സംസ്കാരം അതാണ്. അത് ഞങ്ങളത് മുറുകെ പിടിക്കണം. തൃശ്ശൂരിനെ സംബന്ധിച്ച് അവിടെ പോലീസിനെയും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല, സംഭവിച്ചിട്ടില്ല. അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. ഒരു വിലയിരുത്തലില്ലാതെ, വ്യക്തമായ വിവരമില്ലാതെ അതൊന്നും പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനായാലും പാർട്ടി സെക്രട്ടറി M.V. ഗോവിന്ദനൊക്കെ ആയാലും അവരുടെ പ്രതികരണം വന്നപ്പോൾ പരിസ്ഥിതി ദിനം അത് പറഞ്ഞ് അവിടെ നിർത്തും, അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയമായി എന്തുകൊണ്ടൊരു തിരിച്ചടി നേരിട്ടതിൽ വന്നിട്ടില്ല. അതിൽ ആ തരത്തിലുള്ള ചില പരിഹാസങ്ങളൊക്കെ നിറയുന്നു. പരിസ്ഥിതി ദിനത്തിന് അതിന് പ്രാധാന്യമുണ്ട്. ജൂൺ 5 ആ രീതിക്ക് പരിസ്ഥിതിയോട് ഇടതുപക്ഷം മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, പരിസ്ഥിതിയോട് സമൂഹത്തിൻ്റെ, മനുഷ്യരുടെ, രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം നിലപാടെന്താണ്, കർത്തവ്യം എന്താണ്, അതേപ്പറ്റി എല്ലാം പറയുക മാത്രമല്ല പ്രവർത്തിക്കാനും കൂടി ഉള്ള വഴി തടേണ്ട ദിനമാണ് ജൂൺ 5. എവിടെയെങ്കിലും പോയി ഒരു തൈ വെച്ചാൽ മാത്രം പോരാ. ഏറ്റവും അധികം തൈ വെച്ച ആൾ ഞാനായിരിക്കും കേരളത്തിൽ. പരിസ്ഥിതിയെപ്പറ്റി ഏറ്റവും അധികം പറഞ്ഞാണ് ഞാനായിരിക്കും കേരളത്തിൽ. ആഗോളതാപനമെന്ന് രാഷ്ട്രീയത്തിൽ ആദ്യമായി പറഞ്ഞ ആൾ ചിലപ്പോൾ ഞാനായിരിക്കും. അതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനം കേട്ടാണ് ഞാനായിരിക്കും. പക്ഷേ പരിസ്ഥിതിയെ മറന്നുകൊണ്ട്, പരിസ്ഥിതിയുടെ പ്രാധാന്യം അവഗണിച്ചുകൊണ്ട് ഈ ഗ്ലോബലൈസേഷനും ഗ്ലോബൽ വാർമിങ്ങും തമ്മിലുള്ള വർഗ സാദൃശ്യം കണക്കിലെടുക്കാതെ രണ്ടിൻ്റെയും പുറകിലുള്ളത് ആർത്തിയാണ്. ആഗോളവൽക്കരണത്തിൻ്റെയും ആഗോള താപനത്തിൻ്റെയും പുറകിലുള്ളത് ആർത്തിയാണ്, മനുഷ്യൻ്റെ ആർത്തി. ലാഭത്തിന് വേണ്ടി സഹജീവികളെ ചൂഷണം ചെയ്യുന്ന ആർത്തി പിടിച്ചവർ അത് കോർപ്പറേറ്റ് മൂലധനമാണ്. അവർ ലാഭത്തിന് വേണ്ടി പ്രകൃതിയെ ചോട്ടുമതിക്കുന്നുണ്ട്. വികസനം തീർച്ചയായിട്ടും വേണം, പക്ഷേ വികസനം പ്രകൃതിയെ മറന്നുകൊണ്ടാകാൻ പാടില്ലെന്ന് മനസ്സിലാക്കേണ്ട ഒരുപാട് പാഠങ്ങൾ നമുക്കെല്ലാം കിട്ടിക്കഴിഞ്ഞു. പ്രളയം, ഇത്തവണത്തെ കൊടും വരൾച്ച, ഇന്ത്യയിലാകെ ഉണ്ടായ വരൾച്ച, ഇതെല്ലാം വീണ്ടും വീണ്ടും പറയുന്നു. പ്രകൃതിയെ കാണാതെയും കേൾക്കാതെയും മാനിക്കാതെയും മുന്നോട്ട് പോകുന്ന ഒന്നും സ്ഥായിയല്ല. അത് വികസനമല്ല. വികസനത്തിൻ്റെ എല്ലാ ചർച്ചകളിലും പരിസ്ഥിതിയെ, പ്രകൃതിയെ, അതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിയേ തീരുവെന്ന് ഈ അനുഭവങ്ങളെല്ലാം വീണ്ടും പറയുന്നുണ്ട്. അതാണ് ഇന്ന് ഞാൻ പറയുന്നത്. പക്ഷെ അത് മാത്രമല്ല പറയേണ്ടത്.